ആശുപത്രി ചെലവുകൾ ശരവേഗത്തിലാണ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു പോംവഴി നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി സ്വന്തമാക്കുക എന്നുള്ളതാണ്. എന്നാൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മറ്റും പോളിസി റിജക്റ്റ് ചെയ്തു എന്നുള്ള കഥകളൊക്കെ കേട്ടതിനാൽ തങ്ങളുടെയും പൈസ പോകുമോ എന്നൊരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കുറച്ചൊക്കെ കാര്യങ്ങൾ അതിൽ വാസ്തവമാണ്. എന്നിരുന്നാൽ കൂടി ഓരോ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചും ഒരു വ്യക്തമായൊരു ധാരണയുണ്ടെങ്കിൽ എങ്ങനെ ഒരു പോളിസി എടുത്താൽ നമുക്ക് ബെനിഫിറ്റ് ആയി മാറും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രതിസന്ധികൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ചിലപ്പോഴെങ്കിലും ഒരു അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം. അതാണ് നോൺ ഡിസ്ക്ലോഷർ അഥവാ മിസ്റെപ്രസെൻറ്റേഷൻ ക്ലോസ് എന്നുള്ളത്. നമ്മളിൽ എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് പ്രായമായവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ചെല്ലുമ്പോൾ സാധാരണയായി നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട്? പ്രഷർ, മരുന്ന് കഴിക്കുന്ന അസുഖങ്ങൾ, അത് പ്രഷറാവാം, ഷുഗറാവാം, തൈറോയിഡ്, പിന്നെ പൈൽസ് പോലുള്ള അസുഖങ്ങൾ, ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ നിങ്ങൾ പുകവലിക്കുന്ന ആളാണോ? ഇതെല്ലാം ഒരു ഇൻഷുറൻസ് അഡ്വൈസർ നിങ്ങളോട് ചോദിക്കും. ചിലപ്പോഴെങ്കിലും ചിലരൊക്കെ അതിനൊരു വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. അവരുടെ മനസ്സിലുള്ളത് ഞങ്ങളിതൊന്നും എല്ലാവർക്കും ഉള്ള ഒരു അസുഖങ്ങളല്ലേ, അത് കാരണം എന്തിനത് പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ അസുഖങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ഏതൊക്കെ ആശുപത്രികളിലാണ് ചികിത്സ തേടിയിട്ടുള്ളത് എന്നുള്ളതടക്കം എല്ലാ ഡേറ്റകളും റെക്കോർഡറാണ്. അതിനുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് അതൊക്കെ കിട്ടുക എന്നുള്ളത് അത്ര ശ്രമകരമായ കാര്യമൊന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഈ അബദ്ധം മാറ്റണമെങ്കിൽ നിങ്ങൾക്കുള്ള അസുഖങ്ങൾ, നിങ്ങൾ മരുന്ന് കഴിക്കുന്ന അസുഖങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതെല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്ന ഇൻഷുറൻസ് പ്രപ്പോസൽ ഫോമിൽ നിങ്ങൾ പ്രതിപാദിച്ചിരിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അത് പ്രതിപാദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലെയിം ഇൻഷുറൻസ് കമ്പനിക്ക് റിജക്റ്റ് ചെയ്യുക മാത്രമല്ല അവർ ചെയ്യുന്നത്, നിങ്ങളുടെ പോളിസി ക്യാൻസലാക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. അതായത് നിങ്ങൾ അടച്ച പണം നഷ്ടമാകും. നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ വ്യക്തമായി ആ പോളിസിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ അസുഖത്തിന്മേലാണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി ഒരു പോളിസി തരുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു ഭേദഗതി വരുത്തിയിരിക്കുന്നത് മൊറട്ടോറിയം പീരീഡ് എന്നുള്ളൊരു കാര്യത്തിലാണ്. മൊറട്ടോറിയം പീരീഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ചിലർ അബദ്ധത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മറന്നു പോകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരും. അതിന് 8 വർഷത്തെ കാലാവധിയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ആ മൊറട്ടോറിയം പീരീഡ് 5 വർഷം ആയി കുറച്ചിട്ടുണ്ട്. അതായത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ, അത് എന്ത് അസുഖത്തിനാണെങ്കിലും നിങ്ങൾക്ക് പഴയതുള്ള അസുഖത്തെ പ്രതി ആ ക്ലെയിം ഒന്നും റിജക്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മിക്ക ഇൻഷുറൻസ് കമ്പനികളും 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ നിലവിലുള്ള അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നല്ലതാണ്, എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അസുഖം വ്യക്തമായിട്ട് അതിനകത്ത് പ്രതിപാദിക്കുക. എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിക്കുക. പിന്നെ ഈ അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യമല്ല. ഒരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്ത് അദ്ദേഹം മരുന്ന് കുറിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ അസുഖമുണ്ട് എന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ അസുഖമുണ്ട് എന്ന പേരിൽ അത് ഇൻഷുറൻസ് പ്രപ്പോസലിൽ നിങ്ങൾ വെക്കേണ്ടതില്ല. അടുത്തത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം വെയിറ്റിംഗ് പീരീഡിൻ്റെ കണക്കിലാണ്. സാധാരണയായി മിക്ക ഇൻഷുറൻസ് കമ്പനികളും വെയിറ്റിംഗ് പീരീഡ് പറയുമ്പോൾ 36 മാസം അല്ലെങ്കിൽ 24 മാസം 48 മാസം എന്നിങ്ങനെയൊക്കെയാണ് പറയുക. എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം ഈ 48 മാസം 4-ാം വർഷം 48 മാസം എന്നുള്ളൊരു കണക്ക് പ്രകാരം 4-ാം വർഷത്തിൽ എനിക്ക് ആ വെയിറ്റിംഗ് പീരീഡ് തീർന്നും നമുക്ക് കിട്ടുമെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല. 36 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ പോളിസിയിൽ പറയുന്നുണ്ടെങ്കിൽ, 36 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം 36 മാസം കഴിഞ്ഞ് 4-ാമത്തെ വർഷത്തെ പ്രീമിയം നിങ്ങൾ അടച്ചതിന് ശേഷമേ ആ അസുഖത്തിന് നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കാൻ നിങ്ങൾ യോഗ്യരാകത്തുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റിംഗ് പീരീഡ്. 36 മാസം എന്ന് പറഞ്ഞാൽ 36 മാസം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്. അതിനിടയിൽ എപ്പോഴെങ്കിലും ആ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കത്തില്ല. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നുള്ളത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കാരണം ഞാനൊരു കസ്റ്റമർക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. കസ്റ്റമർക്ക് പ്രായം 35 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് പൈൽസ് അസുഖം വന്നു. ആശുപത്രിയിൽ പോയി ഉടനെ തന്നെ ഡോക്ടർ അദ്ദേഹത്തിന് സർജറി ഫിക്സ് ചെയ്തു. കാരണം കുറച്ച് ഗുരുതര പ്രശ്നങ്ങളുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സർജറി ഫിക്സ് ചെയ്തു. സർജറി നടത്തി
എന്നാൽ തുടക്കത്തിൽ ആ കസ്റ്റമർക്ക് ക്യാഷ്ലെസ് ലഭിച്ചിരുന്നില്ല. പിന്നെ പുള്ളി സർജറിക്ക് ശേഷം ക്ലെയിം ചെയ്യാൻ വീണ്ടും കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലെയിം ആദ്യം റിജക്റ്റ് ചെയ്തു. അതിനുള്ള കാരണം ഇൻഷുറൻസ് കമ്പനി പറഞ്ഞത്, അത് ഞാൻ വേർഡിങ്സ് നിങ്ങളെ ഈ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും അത് സഹായകരമാകും. പക്ഷേ ആ വേർഡിങ്സ് കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി അത് റിജക്റ്റ് ചെയ്യുകയല്ല ചെയ്തിരുന്നത്. കമ്പനിക്ക് കൂടുതൽ കാരണങ്ങൾ അറിയണമായിരുന്നു. കാരണം പൈൽസ് എന്ന അസുഖം 3 മാസത്തിനുള്ളിൽ ഡിറ്റക്റ്റ് ചെയ്ത് ഉടനെ തന്നെ സർജറി ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് വിശ്വസനീയമായൊരു കാര്യമായി കാണത്തില്ല. അതിനാലാവാം അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊന്ന് പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നേരത്തെ മുതലേ പൈൽസ് എന്ന അസുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെ അത് വലിയ കാര്യമാക്കാതെ പോവുകയായിരുന്നു. അത് കുറച്ച് ഗുരുതരമായി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണാനും ഡോക്ടർ ഉടൻ തന്നെ അദ്ദേഹത്തിന് സർജറി നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന് വെയിറ്റിംഗ് പീരീഡ് 3 വർഷത്തിന് ശേഷമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വെയിറ്റിംഗ് പീരീഡ് എല്ലാം കറക്റ്റായിരുന്നു. അദ്ദേഹം അതിന് വേണ്ട ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അവരന്വേഷിച്ചത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ തുക, അതായത് 1,80,000 രൂപ സർജറിക്ക് ചിലവായതിൻ്റെ 1,04,000 രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻഷുറൻസിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൽ പാനിക്കാവാതെ നിങ്ങൾ ആ വ്യക്തമായിട്ട് ആ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു കാര്യം, ആരോഗ്യ ഇൻഷുറൻസിൽ നമ്മൾ പ്രീമിയം റിന്യൂവലിന് പോകുമ്പോൾ സാധാരണയായി നമ്മൾ വാഹന ഇൻഷുറൻസിൽ പ്രീമിയം ഓരോ വർഷവും കഴിയുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് നോ ക്ലെയിം ബോണസ് എന്നുള്ളത് ഡിസ്കൗണ്ടായിട്ടല്ല, അത് നിങ്ങളുടെ ഒരു കവറേജിൽ ഒരു അഡീഷണൽ വാല്യൂ ആണ് തരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കവറേജ് ഉണ്ടെങ്കിൽ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 ലക്ഷം രൂപയായിട്ട് അവർ നിങ്ങളുടെ ഡിക്ലെയർഡ് വാല്യൂ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രീമിയം നിങ്ങളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൂടുതലായിരിക്കും വരുന്നത്, കുറവായിരിക്കത്തില്ല. പിന്നെ ഇപ്പം പല കമ്പനികളും ഇത്ര പ്രായം വരെ ഒരേ പ്രീമിയം ആയിരിക്കുന്ന പോളിസികളൊക്കെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു സഹായകരമാകും. പിന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കോ പേയ്മെൻറ്റ്. അതായത് പ്രായമായവർക്കുള്ള പോളിസി എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് 60 വയസ്സിന് അല്ല 61 വയസ്സിന് ശേഷം ഉള്ളവർക്കുള്ള പോളിസി എടുക്കുമ്പോൾ കോ പേയ്മെൻറ്റ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായി ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ഏജൻറ്റിനോട് ചോദിച്ച് അല്ലെങ്കിൽ എവിടുന്നാണോ എടുക്കുന്നത് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ശതമാനം കസ്റ്റമർ അടയ്ക്കേണ്ടതായിട്ട് വരും ക്ലെയിമിന്. ഏകദേശം ചിലപ്പം 5% 10% ചിലപ്പോൾ 20-30% അപ്പോൾ അത് വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എത്രയാണ് കോ പേയ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഇത് എടുക്കുമ്പോൾ അവർ ഈ കോ പേയ്മെൻറ്റിനെ കുറിച്ച് അറിവുണ്ടായിരിക്കത്തില്ല. ക്ലെയിം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു വലിയ തുകയുടെ 10 അല്ലെങ്കിൽ 20% എന്ന് പറയുമ്പോൾ അതും ഒരു വലിയ തുക വരും. അത് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ അത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കോ പേയ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ, കോ പേയ്മെൻറ്റ് ഉണ്ട് എങ്കിൽ അത് എത്രയാണ് എന്നുള്ളത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇപ്പോൾ പ്രായമായവർക്ക് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയും കോ പേയ്മെൻറ്റ് ഇല്ലാത്ത പോളിസികളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യം, ഡെയിലി നിങ്ങളുടെ റൂം റെൻറ്റ് ആണ്. പലരും അത് നിസ്സാരവൽക്കരിച്ച് കാണും. റൂം റെൻറ്റ് ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ അത്രയും വിലയുള്ള റൂമിലൊന്നും കിടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് അതിനകത്തും ഒരു ചെറിയൊരു കണക്ക് ഉള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ 5,000 രൂപ പ്രതിദിനം റെൻ്റുള്ളൊരു റൂം ഉള്ളൊരു പോളിസിയാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം കുറച്ച് ഗുരുതരമായതിനാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആധുനിക ചികിത്സ വേണ്ട ഒരു അസുഖമായതിനാൽ നിങ്ങൾക്ക് ഒരു പ്രതിദിനം ഒരു 10,000 രൂപയുടെ ഒരു റൂമാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്തത്. എന്നാൽ നിങ്ങളുടെ പോളിസിക്കകത്ത് 5,000 ഉള്ളൂ. ഈ 10,000-ന്, അതായത് ഈ 10,000 റൂമിന് ആനുപാതികമായിട്ട് ഹോസ്പിറ്റൽ മറ്റ് മെഷീനറി, അതിനകത്തുള്ള മെഷീൻസ് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ ഫീസിൽ ഇതിലെല്ലാം ഈ ആനുപാതിക കുറവ് ഉണ്ടാവും. അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കത്തില്ല. ക്ലെയിം നമുക്ക് പാസ്സായി വരുമ്പോഴായിരിക്കും ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പോൾ കുറച്ച് പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു റൂം റെൻറ്റ് അത് ഉള്ളൊരു പോളിസി എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, മിക്ക പോളിസികളും ഇപ്പോൾ ക്യാഷ്ലെസ് ആണ്. അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുമാണ് പോളിസി എടുക്കുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ എല്ലാം തന്നെ ക്യാഷ്ലെസ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതും ഒന്ന് ചെക്ക് ചെയ്ത് വിലയിരുത്തുന്നത് നല്ലതാണ്.
പക്ഷേ ക്യാഷ്ലെസ് ഇല്ല എന്ന് കരുതി ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ക്യാഷ്ലെസ് ഇല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റിൽ കൂടെ നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലെയിം മുഴുവൻ സ്വന്തമാക്കാവുന്നതാണ്. അതിൽ ഒരു ബുദ്ധിമുട്ടും വരികയില്ല. മിക്ക കമ്പനികളിപ്പം അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് ഒരാൾ ഒരു പോളിസി നിങ്ങളോട് എടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ ആ പോളിസിനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു പോളിസി തിരഞ്ഞെടുക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഒരു പോളിസി എടുക്കുന്നത് നിങ്ങൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോഴായിരിക്കണം. ഒരു അസുഖം വന്നതിന് ശേഷം നിങ്ങൾ പോളിസിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഈ ഇൻഷുറൻസ് പോളിസി എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി കരുതുക, അത് നിങ്ങളൊരു അസറ്റായിട്ട് നിങ്ങൾ കരുതുക. അത് ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ 1-2 പ്രീമിയത്തിന് ശേഷം ഒന്നും നിങ്ങൾക്കത് ചിലപ്പോൾ തിരികെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു 5-10 പ്രീമിയം അടച്ചതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ആ പോളിസി കൊണ്ടുള്ള ഉപകാരപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുക. പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിക്കുള്ള GST എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് 18% എടുത്ത് കളഞ്ഞതിനാൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ വലിയൊരു കുറവ് ലഭിക്കും. പിന്നെ മാർക്കറ്റിൽ പല പോളിസികളും അവൈലബിൾ ആണ്. 3 വർഷത്തെ ഒന്നിച്ചെടുത്താൽ നിങ്ങൾക്ക് ചെറിയൊരു ഇളവ് ലഭിക്കും. അത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പോളിസി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം മിക്ക ഇൻഷുറൻസ് കമ്പനികളിലെയും പോർട്ടബിൾ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പക്ഷേ ഈ പോർട്ടബിൾ ഫെസിലിറ്റിയിൽ അറിയാതെ പോകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന് ഒരു പോർട്ടബിൾ ഫെസിലിറ്റി എടുക്കുമ്പോൾ പഴയ ഇൻഷുറൻസ് കമ്പനിയിലുള്ള വെയിറ്റിംഗ് പീരീഡ് എല്ലാം പുതിയതിലേക്ക് പോർട്ട് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോർട്ട് ചെയ്യുക. പിന്നെ പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റുകളെല്ലാം ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതിനുള്ള കാരണം, പോർട്ട് ചെയ്യുമ്പോൾ ഈ നിങ്ങൾ എത്ര വർഷത്തെ ആണോ നിങ്ങളുടെ കയ്യിലുള്ള പോളിസി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നതാണ്. ഇനിയുള്ള കാലത്തൊക്കെ ചിലപ്പോൾ അത് ചോദിച്ചെന്ന് വരത്തില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില ഇൻഷുറൻസ് കമ്പനികളൊക്കെ പഴയ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതായാലും നിങ്ങൾ ആ പഴയ കോപ്പികളെല്ലാം, ഡിജിറ്റൽ കോപ്പി എല്ലായിടത്തും അവൈലബിൾ ആണ്, നിങ്ങളുടെ മെയിലിലേക്കൊക്കെ വരും. അത് നിങ്ങൾ സുരക്ഷിതമായിട്ട് ആ മെയിലിൽ തന്നെ സൂക്ഷിക്കുക, ഡിലീറ്റാക്കി കളയാതെ ആ മെയിലിൽ തന്നെ സൂക്ഷിക്കുക. പലപ്പോഴും ചില ഇൻഷുറൻസ് കമ്പനികളൊക്കെ പഴയ പോളിസി കോപ്പി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പഴയ കണ്ടിന്യൂവേഷൻ, അതായത് നിങ്ങളുടെ ചില അസുഖങ്ങൾക്കുള്ള വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അതായത് പോർട്ടബിൾ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ലഭിക്കണമെങ്കിൽ പഴയ പോളിസി കോപ്പി ആദ്യം മുതലുള്ളത് ചോദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വാഹന ഇൻഷുറൻസ് സംബന്ധമായിട്ടോ ഉള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.